ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ക്രിസ്മസിന് ഞാൻ തയ്യാറാക്കിയ ഒരു അടിപൊളി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പ്ലംസ് കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും തയ്യാറാക്കാം. പുതിയതായി കേക്ക് തയ്യാറാക്കുന്നവർക്ക് പോലും ഇത് തയ്യാറാക്കിയാൽ ഒട്ടും ഫ്ലോപ്പായി പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഞാൻ ഈ കേക്കിൽ കുറച്ച് പീനട്ട്, നിലക്കടല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തൊലിയോടുകൂടി വറുത്തെടുത്ത നിലക്കടല ഒരു പാക്കറ്റ് കടയിൽ നിന്ന് നമുക്ക് 20 രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പാക്കറ്റ് വാങ്ങി തൊലിയൊന്നും കളയാതെ ഈ നിലക്കടലയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ കേക്കിൽ ഇതിട്ടാൽ കഴിക്കാനായിട്ട്. 2 ഓറഞ്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. 2 ഓറഞ്ച് നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കണം. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. അരക്കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. 2 ഓറഞ്ച് പിഴിഞ്ഞ് എടുക്കുമ്പോൾ 1/2 കപ്പും ഒരു 1/2 സ്പൂണ്, ഏതാണ്ട് 1 സ്പൂണ് കൂടി ഉണ്ട്. അതിന് കുഴപ്പമില്ല, നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ബദാം 3 ടേബിൾ സ്പൂൺ ബദാം, 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, കറുത്ത മുന്തിരി 3 ടേബിൾ സ്പൂൺ, വെളുത്ത മുന്തിരി 3 ടേബിൾ സ്പൂൺ, നമ്മുടെ നിലക്കടല 3 ടേബിൾ സ്പൂൺ തൊലിയോട് കൂടിയുള്ളതാണ്. മറ്റേ തൊലി ഇല്ലാതെ നമ്മൾ വറുത്തെടുക്കുന്നത് അത്ര ടേസ്റ്റ്, അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല ടേസ്റ്റാണ് തൊലിയോട് കൂടി വറുത്തത്. 1 സ്പൂൺ ക്രാൻബെറി. ഇതെല്ലാം കൂടി ഈ ഓറഞ്ചിൻ്റെ ജ്യൂസിലിട്ട് ഒരു 5 മണിക്കൂറോളം കുതിർക്കാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ഏലക്ക, 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട ചെറുതായിട്ട് പൊടിച്ച് പട്ട കൂടി ഇട്ട് കൊടുക്കണം. ഏലക്ക നല്ല 4 ഏലക്ക ഇട്ട് കൊടുക്കണം കേട്ടോ, അരിയൊക്കെ ഉള്ള ഏലക്ക. പിന്നെ 10 കുരുമുളക് 10 എണ്ണം എണ്ണി എടുത്തുകൊണ്ടുള്ള കുരുമുളക് 10 എണ്ണം. നിങ്ങൾക്ക് 10 എണ്ണം വേണ്ടെങ്കിൽ 5 എണ്ണം ഇട്ട് കൊടുത്താലും മതി. 4 ഗ്രാമ്പൂ, അത് ഇത്രയും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ജാതിക്കയുടെ ഒരു ചെറിയ ഒരു കഷ്ണം കൂടി എടുത്ത് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട്, ജാതിക്ക ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് ഈ കേക്കിന് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 1/2 സ്പൂൺ ഇഞ്ചിയുടെ പൗഡർ ഉണ്ടെങ്കിൽ നമ്മുടെ ചുക്കുപൊടി, ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുത്താൽ കുറേ കൂടി നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്. ഇത് നല്ലതുപോലെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. 1/2 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് നൂൽ പരുവത്തിലൊന്നും ആക്കേണ്ട ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ കാരമൽ ചെയ്തിട്ട് അങ്ങനെയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പഞ്ചസാരയല്ല ശർക്കരയാണ് ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിത് സ്റ്റൗ ഓഫാക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തത് 1 സ്പൂൺ, അത് ഈ ശർക്കരയിൽ ഒഴിച്ച് 1 സ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു അരിപ്പയിൽ, ഏതെങ്കിലും അരിപ്പയിൽ 1 കപ്പ് ഗോതമ്പ് മാവും 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും, നമ്മൾ ഈ പൗഡറാക്കിയ മസാല നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലേ, പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും കുരുമുളകും എല്ലാം കൂടി പൊടിച്ച പൗഡറും കൂടി ഇട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുത്താൽ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഏത് കപ്പിലാണോ മോൾഡിലാണോ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് അതിൻ്റെ സൈസിൽ നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത്
ഉള്ളിൽ വെച്ച് നെയ്യോ ബട്ടറോ പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രഷർ കുക്കറോ ഏതെങ്കിലും ഇതുപോലുള്ള കട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് കേക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുകൂടി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ നല്ല തണുത്തതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂട് കാണരുത് ശർക്കരയ്ക്ക് കേട്ടോ. എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത സാധനങ്ങൾ ഒന്നും ഈ കേക്കിൽ ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ ചൂടായിട്ടും ചേർത്ത് കൊടുക്കരുത്. എല്ലാത്തിനും നല്ല റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഒന്ന് കട്ടിയായിപ്പോയി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ കേക്ക് തയ്യാറാക്കാനായിട്ട്. നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം, നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. വിനാഗിരി ചേർക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ആക്ടിവേറ്റ് ആവാനായിട്ടാണ് നമ്മൾ ഈ വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. പിന്നെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പാലിൽ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ച് നമുക്ക് ഒരു സൈഡ് ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കാനായിട്ട്. ഒരുപാട് കട്ടിയും ആകരുത്, ലൂസും ആകരുത്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഒരുപാട് ഇടുന്നത് കാരണം അങ്ങനെ ചെയ്താൽ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടായി വരുമ്പോഴേക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഈ പരുവത്തിൽ ഇരുന്നാൽ മതിയാകും. ഞാൻ ഈ പറഞ്ഞ അളവ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലംസ്, ഡ്രൈ ഫ്രൂട്ട്, കറുത്ത മുന്തിരി, നമുക്ക് അക്രൂട്ട്, വാൾനട്ട് ഏതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ, നിങ്ങളുടെ അടുത്ത് ഡ്രൈ ഫ്രൂട്ട് എല്ലാം ഇതിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇന്നതേ വയ്ക്കാവൂ എന്നുള്ള യാതൊരുവിധ റൂളും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം സ്റ്റൗവിൻ്റെ ചെറിയ ബർണറിൽ വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് 1 മണിക്കൂർ ഇതുപോലെ നല്ലതുപോലെ അടച്ച് വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അവർക്കെല്ലാം ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് തയ്യാറായോ എന്ന് നമുക്ക് ഇതുപോലൊരു ടൂത്ത് പിക്കോ ചെറിയ ഏതെങ്കിലും കമ്പിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കാം. അങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചാണ് വരുന്നതെങ്കിൽ തയ്യാറായിട്ടില്ല. ഈ ഡ്രൈ ഫ്രൂട്ട് ഒന്നും വെന്ത് താഴോട്ട് ബേക്കായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. എല്ലാം മുകളിൽ തന്നെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ നിന്നൊന്ന് വിട്ടുപോയി. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. തറയിൽ വീണെങ്കിൽ എല്ലാം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വേസ്റ്റായി, കേക്കെല്ലാം പൊടിഞ്ഞു പോയേനെ. ഭാഗ്യത്തിനൊന്നും അങ്ങനെ വീണു പോയില്ല. ഇനി നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മണത്തോടു കൂടിയുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ? വളരെ ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. നിങ്ങൾ വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാതെ ഒരല്പസമയം ചിലവഴിച്ചാൽ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പൊടിഞ്ഞു പോവും. അത്രയ്ക്ക് ഉള്ളിൽ നിറയെ ഡ്രൈ ഫ്രൂട്ട് ഉള്ളത് കൊണ്ടാണ് ആ പൊടിയും എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരേക്കും ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ്.